ഹലോ, അസ്സലാമലൈക്കും. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിലുള്ള നമ്മുടെ ക്യാരറ്റ് നമുക്ക് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റിൻ്റെ സോപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ശരിക്കും നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. അങ്ങനെയാണ് നമുക്ക് അത്രയും റിസൾട്ട് തരുന്നൊരു സോപ്പാണല്ലോ ക്യാരറ്റിൻ്റെ സോപ്പ്. കാരണം മുഖത്തുണ്ടാവണ കറുത്ത പാടുകൾ അതുപോലെ തന്നെ നിറം വെക്കാനൊക്കെ നല്ലൊരു ഉത്തമമാണ് നമുക്ക് ക്യാരറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരറ്റിൻ്റെ സോപ്പ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല നമുക്ക് 100 സോപ്പിന് ഓർഡറും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആളിനോട് പറഞ്ഞത് 10 വെച്ചിട്ട് ഓരോ ഫ്ലേവർ വെച്ചിട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇതിലുണ്ടാക്കുമ്പോൾ ആ ആൾക്ക് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസായിട്ട് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ ഓരോരോ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ 100 സോപ്പ് വേണമെന്ന് പറഞ്ഞ ആളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും നമ്മൾ അടുത്ത് തന്നെ ഇടുന്നതാണ്. അപ്പോൾ ആൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഓരോ വീഡിയോസും നമ്മൾ ഓരോ വീഡിയോസായിട്ട് എഡിറ്റ് ചെയ്തെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് ക്യാരറ്റിൻ്റെ സോപ്പാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഞാൻ 1 കിലോ സോപ്പ് ബേസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ സോപ്പ് ബേസിലേക്ക് ആ ഒരു ക്യാരറ്റുമാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്നും പറയണ പോലെ തന്നെ സോപ്പ് ബേസ് നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് ആദ്യം നമ്മൾ മുറിച്ചെടുക്കുക. ഇതെല്ലാ പ്രാവശ്യം നമ്മൾ പറയണതാണ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഫസ്റ്റ് ക്വാളിറ്റി ബേസാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഈ വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടും സോപ്പിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല നമുക്ക് 9,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇനി 10K ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടെ ആഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതുപോലുള്ള സപ്പോർട്ട് ഇനി ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് 10K ആവും. 10K ആയിക്കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ക്യാരറ്റാണ് നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സോപ്പ് ബേസൊക്കെ അവിടെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് അതിലത്തെ നീര് മാത്രം നമ്മൾ അരിച്ചെടുക്കുക. അതാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ നീരാണ് ആവശ്യം വരുന്നത്. കാരണം ഒന്നിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ചില ഭാഗങ്ങൾ കട്ടകളൊക്കെ ആയിട്ട് അരയാത്തതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അത് ഫുള്ളായിട്ട് അരിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ അരിച്ചെടുത്തിട്ട് നമുക്ക് എത്ര ml ആണോ ജ്യൂസ് കിട്ടിയത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഫുള്ളായിട്ട് അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, 30 ml ആണ് നമ്മൾ ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ 30 ml നമ്മൾ ഈ 1 കിലോ ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഇതിൽ 30 ml ആണ് നമുക്കിതിൽ കിട്ടിയിട്ടുള്ളത്. ആ 30 ml ജ്യൂസാണ് നമ്മൾ ഈ ക്യാരറ്റിൻ്റെ ബേസ് മെൽറ്റായതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഫ്രാഗ്രൻസ് ഓയിൽ നമുക്ക് അറിയാലോ ഏകദേശം എത്ര വേണമെന്നുള്ളത്. അതിനനുസരിച്ചിട്ട് നമ്മൾ ഫ്രാഗ്രൻസ് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മണം കുറച്ച് കൂടുതലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. നമ്മൾ 1 കിലോ ബേസിലേക്ക് 30 ml ജ്യൂസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വീണ്ടും വീണ്ടും ഓരോരുത്തർ ഡൗട്ട് ചോദിക്കണോണ്ടാണ് നമ്മളത് വീണ്ടും വീണ്ടും പറയണത്. അപ്പോൾ നമ്മൾ ഇതിലെല്ലാം ചേർത്ത് കൊടുത്ത് ഗ്ലിസറിനും സ്വല്പം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിൽ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മോൾഡിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ് ക്യാരറ്റിൻ്റെ സോപ്പ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സോപ്പാണ് ക്യാരറ്റിൻ്റെ സോപ്പ്. നിറം വെക്കാനൊക്കെ നല്ലൊരു ഉത്തമ സോപ്പാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബൾക്കായിട്ടൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് സോപ്പ് ബേസ് ആണെങ്കിലും അതുപോലെ തന്നെ സോപ്പാണെങ്കിലും സോപ്പിൻ്റെ എന്ത് ഐറ്റംസ് ആണെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പം നമ്മൾ ഫുള്ളായിട്ടത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂർ ശേഷം ഒന്ന് സെറ്റായതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ 2 മണിക്കൂറൊന്നും വേണ്ട, ഒരു 1-1.5 മണിക്കൂറാകുമ്പോഴത്തേന് തന്നെ അത് സെറ്റായിട്ട് കിട്ടും. എന്നാലും നന്നായി സെറ്റാവണമെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ ഇരുന്നോട്ടെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് മോൾഡിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ മോൾഡിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ക്യാരറ്റിൻ്റെ സോപ്പ് കിട്ടിയിട്ടുണ്ട്. യാതൊരു ഞെങ്ങലും അതുപോലെ തന്നെ യാതൊരു ഉറപ്പില്ലായ്കയും ഒന്നുമില്ല. നല്ല സൂപ്പറായിട്ട് നമുക്ക് ക്യാരറ്റിൻ്റെ സോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം 100 ഗ്രാമിൻ്റെ സോപ്പാണ്. അപ്പോൾ ഇതിൽ ഇതേപോലെ സോപ്പ് വേണമെന്നുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. നല്ല 100 ഗ്രാമിൽ കുറവല്ല, 100 ഗ്രാമിൻ്റെ സോപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ സോപ്പും അതുപോലെ തന്നെ കുക്കമ്പറിൻ്റെ സോപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുക്കമ്പറിൻ്റെ സോപ്പിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്ത വീഡിയോ ബീട്രൂട്ടിൻ്റെ സോപ്പാണ് നമ്മൾ ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു 100 രൂപ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 10 സോപ്പെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ ലിങ്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഇനി ഇവിടുന്ന് അങ്ങോട്ടും നല്ലപോലെ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.